Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് SFIയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. SFIയുടെയും DYFIയുടെയും ജില്ലാ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായും സ്വരാജ് പ്രവർത്തിച്ചിട്ടുണ്ട്. 14ാം കേരള നിയമസഭയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള MLA ആയിരുന്നു. 2004 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLBയും 2007 അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദവും കരസ്ഥമാക്കി. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. അൻവറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് CPMന്റെ പ്രഗത്ഭനായ നേതാവിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു. രാഷ്ട്രീയ യൂദാസാണ് അൻവർ. കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരി എറിയുന്നു എന്നാണ് അൻവർ UDFനെ കുറിച്ച് പറഞ്ഞത്. അൻവറിന്റെ ദയനീയ ചിത്രം ഇന്ന് കേരളം കാണുന്നുണ്ട്. നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണെന്നും പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാരെന്ന് തീരുമാനിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എം സ്വരാജ് നിലമ്പൂരിലെ യോഗ്യനായ സ്ഥാനാർത്ഥിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. നിലമ്പൂരിൽ എം സ്വരാജിന്റെ വരവോടെ LDF വിജയം കൂടുതൽ സുനിശ്ചിതമായി. ആശയപരമായും രാഷ്ട്രീയപരമായും പ്രതിസന്ധി നേരിടുന്ന UDF BJP ശക്തികളെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ സമരത്തിൽ LDFനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.